നമ്മൾ പണിക്കരുമ്പോൾ ഇന്ന് ചായ ഉണ്ട്, പുഴുങ്ങിയ പഴമുണ്ട്. അപ്പോൾ നമ്മളപ്പോൾ ഒരു ഹിന്ദിക്കാരനുണ്ട്. അപ്പോൾ അവനെക്കൊണ്ട് പുഴുങ്ങിയ പഴന്ന് പറയിപ്പിക്കും വേണം, പിന്നെ അതുപോലെ തന്നെ ഹിന്ദിയിൽ പറയിപ്പിക്കും ചെയ്യാം. അതിന് ബെസ്റ്റ് നമ്മളെ ബോസാണ്. വെയിറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ പറഞ്ഞ ബോസ്, നമ്മളെ നൂറലി. पढ़ ये क्या बोलेगा हिंदी में? ये है केला. केला. ഇതാണ് പുഴുങ്ങിയ പഴം. ये उबला केला. ഉലവ കേല बोलेगा. ഇതാണ് പുഴുങ്ങിയ പഴം. പഴം പുഴുങ്ങിയാലേ കൊസി ഉണ്ടാവുള്ളൂ. മലയാളത്തിൽ പറയും, മലയാളം സെ പോലോ, പഴം പുഴുങ്ങ. पायम पुंगा. പുഴുങ്ങിയ പഴം. हिंदी में क्या बोला? उबला हुआ केला. उबला हुआ केला. ഉലവ കേല. ഉലവ കേല. അപ്പോൾ പഴം പുഴുങ്ങിയത്. മറ്റേ ഡയലോഗ്, പഴം പുഴുങ്ങിയ. പഴം പുഴുങ്ങിയില്ലല്ലേ, പുഴുങ്ങണം, അപ്പോഴേ ഒരു കൊസി ഉണ്ടാവുള്ളൂ. ഇരിക്കാൻ എത്ര വേണമെങ്കിലും ഇരിക്കുക, പക്ഷേ ഇത് പുഴുങ്ങണ വരെ ഇരിക്കാനുള്ള സമയമല്ല. തൽക്കാലം ഇതിങ്ങനെ പോട്ടെ. ആ ഞാൻ മനസ്സിലായോ? മാലുനെ क्या भाई क्या बोलेगा, तुम गिटर 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 करेगा. നിങ്ങൾ ഹിന്ദി കിട്ടറ 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 कुछ समझ में ना आता. അതായത് ഉലവ കേല है. हुआ केला है. उलवा केला खाएगा तो अच्छा है, तंदुरुस्ती है. ये केले का भी अच्छा है. തന്തുസ്തി नहीं है. मालूम हो गया? उससे अच्छा है ये. ഉലവ കേല അതായത് പുഴുങ്ങിയ പഴം. ഉലവ കേല അല്ല, പുഴുങ്ങിയാലേ കൊസി ഉണ്ടാവുള്ളൂ. പുഴുങ്ങണം. അങ്ങനെ ഓൻ പുഴുങ്ങിയ പഴം പഠിച്ച് ഞങ്ങൾ പുഴുങ്ങിയ ചായയും കുടിച്ച്